ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ. അപ്പോൾ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാമല്ലേ. അങ്ങനെ നമ്മുടെ വർഷേനെയും ശ്രുതിനെയും വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല ആര്, നമ്മുടെ അച്ചമ്മ. അങ്ങനെ നമ്മുടെ വർഷേനെയും ശ്രുതിനെയും അതുപോലെ ചന്ദ്രനെയും കൊണ്ട് തന്നെ കയറി ചെന്ന ഉടനെ പണിയെടുപ്പിക്കുകയാണ് അച്ചമ്മ. ചന്ദ്ര കുറെ ശ്രമിച്ചു കേട്ടോ രേവതിനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടി. ഇളയച്ചൻ വരികയാണ്, അത് ചെയ്യണം ഇത് ചെയ്യണം, പൊരിച്ച കോഴി, കരിമീൻ കറി, കരിമീൻ പൊള്ളിച്ചത്, മട്ടൻ, ബീഫ്, അങ്ങനെ കുറേ ലിസ്റ്റൊക്കെ കൊടുത്തു. ഏതായാലും ഈ ലിസ്റ്റൊക്കെ കൊടുത്ത കേട്ടപ്പോൾ തന്നെ അച്ചമ്മ തീരുമാനിച്ചതാണ് അങ്ങനെ നമ്മുടെ ചന്ദ്രനെ വിട്ടാൽ ശരിയാവില്ലല്ലോ, അവക്കിട്ടൊരു പണി കൊടുക്കണമല്ലോ എന്ന്. അങ്ങനെയാണ് നമ്മുടെ ചന്ദ്രക്കിട്ടൊരു 8ന്റെ പണി തന്നെ കൊടുക്കുന്നത്. ചന്ദ്രക്കിട്ട് മാത്രമല്ല വർഷക്കിട്ടും ശ്രുതിക്കിട്ടും. അങ്ങനെ വർഷയോടും ശ്രുതിയോടും പറയുകയാണ്, ആ പച്ചക്കറി മുഴുവൻ നിങ്ങൾ അരിയണം, നിങ്ങൾ അരിഞ്ഞ് ചന്ദ്രയെ സഹായിക്കണം, ചന്ദ്ര കറി വെച്ചോളും, നിങ്ങൾ അരിഞ്ഞു കൊടുക്കണമെന്ന്. ശ്രുതി പറഞ്ഞു എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും സമ്മതിക്കുന്നില്ല. ലാസ്റ്റ് അവർക്കത് ചെയ്യേണ്ടി വരികയാണ് കേട്ടോ. പക്ഷെ ഇത് കണ്ടോണ്ട് നിൽക്കുന്ന നമ്മുടെ സുധിയും ശ്രീകാന്തും കൂടെ പറയും, അച്ചമ്മേ അവരെ വെറുതെ വിട അച്ചമ്മേ, അവർക്ക് അറിയത്തില്ല അച്ചമ്മേ. അപ്പൊ ശ്രീകാന്ത് പറയുന്നുണ്ട്, വർഷേനെ വെറുതെ വിട, ഞാൻ ജോലി ചെയ്തോളാം, ഞാൻ ഈ ജോലി തന്നെയാണല്ലോ ചെയ്യുന്നത്, അപ്പൊ പിന്നെ എനിക്ക് പ്രശ്നമല്ല, ഞാൻ ജോലി ചെയ്തോളാം, വർഷേനെ വെറുതെ വിട എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പിന്നെ ദേ ഇങ്ങ് വന്നേ, വെറുതെ വിടാം, നിങ്ങൾ രണ്ടും ഇങ്ങോട്ട് വാ, നിങ്ങൾക്ക് ഞാൻ നല്ല പണി തരാമെന്നും പറഞ്ഞ് നമ്മുടെ ശ്രീകാന്തിനെയും സുധീനെയും വിളിച്ച് ചെവിക്ക് പിടിച്ച് കിഴുകി അങ്ങോട്ട് വിടുകയാണ്. മര്യാദയ്ക്ക് വിട്ടുപോക്കും. ആണുങ്ങൾ ഇങ്ങനെ അടുക്കളയെ ചുറ്റി കറങ്ങുന്ന അത്രയ്ക്ക് ശരിയായ നടപടിയല്ല. ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് ഈ പരിസരത്തൂടെയൊക്കെ കറങ്ങി സ്ഥലമൊക്കെ കണ്ടിട്ട് വാ, അതും കൊണ്ട് വിട്ടഴിച്ച് പോക്കോ. ഇനി ഇവിടെ എന്ത് ഭക്ഷണം ഉണ്ടാക്കുന്നോ അത് കഴിക്കാൻ നേരത്തെ ഇങ്ങോട്ട് വന്നാൽ മതി, അല്ലാതെ ഈ പരിസരത്ത് കണ്ടേക്കരുത്, വിട്ടുപൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ സുധീനെയും ശ്രീകാന്തിനെയും അവിടുന്ന് പറഞ്ഞയക്കുക. ലാസ്റ്റ് രേവതിയോട് പറഞ്ഞു, അതെ നമുക്ക് പൊങ്കലിന്, നാളെ പൊങ്കലാണല്ലോ, അപ്പം പൊങ്കലിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം രേവതി, അതുകൊണ്ട് നീ എൻ്റെ കൂടെ വാ, നമുക്ക് പൊങ്കലിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം രേവതി പറഞ്ഞു, അതല്ല അച്ഛമ്മേ, ഞാൻ ഇവരുടെ കൂടെ പണി ചെയ്യാൻ കൂടിക്കോളാം, എനിക്ക് പ്രശ്നമില്ല. ഹേയ് ദേ രേവതി, ഈ അച്ഛമ്മ പറഞ്ഞതാണേ, നീ ഇപ്പം എൻ്റെ കൂടെ വന്നേ, ഇവിടെ ചന്ദ്രയുണ്ട് പണി ചെയ്യാൻ, അവരുടെയൊക്കെ കൂടെ പണി ചെയ്യാൻ, ചന്ദ്രയുടെ കൂടെ പണി ചെയ്യാൻ 2 മരുമക്കളും ഉണ്ടല്ലോ, എൻ്റെ കൂടെ പണി ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? അപ്പം രേവതി മോളെ നീങ്ങ വന്നേ എന്നും പറഞ്ഞ് രേവതിനെ വിളിച്ചോണ്ടങ്ങ് പോയി. ആകപ്പാടെ ഇങ്ങനെ കൈയൊക്കെ കൊടുത്ത് ചന്ദ്ര ഇരിക്കുക. കുറേ പച്ചക്കറിയും നിരത്തി വെച്ചിട്ടുണ്ട്, സാമ്പാർ ഉണ്ടാക്കണം, അവിയലുണ്ടാക്കണം, മോരുണ്ടാക്കണം, കിച്ചടി പച്ചടി, പറയണ്ട ഇഞ്ചിക്കറി സഹിതം ഉണ്ടാക്കേണ്ട ഒരവസ്ഥയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ശ്രുതി അങ്ങോട്ട് പണിയാൻ തുടങ്ങി, വർഷയും അങ്ങോട്ട് പണിയാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ വർഷ ഇങ്ങനെ സബോള അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. വെട്ടുവാണോ അരിയുവാണോ എന്ന് പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ് കേട്ടോ. ഇതെല്ലാം മാറി കണ്ടുകൊണ്ടിരിക്കുന്ന അച്ചമ്മയ്ക്ക് ഇത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരിയാ വരുന്നത്. ചന്ദ്ര പറയുന്നുണ്ട്, മോളെ അങ്ങനെയല്ല ഇങ്ങനെ അരിയെന്നൊക്കെ. ലാസ്റ്റ് നമ്മുടെ വർഷയ്ക്ക് ദേഷ്യം വന്നിട്ട് വെട്ടുകത്തി എടുത്ത് വെച്ച് സബോള ഇങ്ങനെ കുരുകുരുന്ന് ചുമ്മാ വെട്ടിയൊക്കെ വിടുകയാണ്. കണ്ടം തൂണ്ടമൊക്കെ ഇങ്ങനെ കണ്ടിക്കുക. എന്നിട്ട് വർഷ പറഞ്ഞു, എന്തിനാ ആൻറ്റി ഇത് ഇങ്ങനെ ചെയ്യുന്നത്, നമുക്കൊരു കാര്യം ചെയ്യത്തില്ലേ, ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ടങ്ങ് പുഴുങ്ങിയെടുത്താൽ പോരെ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പം അരിയേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഇത് കേട്ടിട്ട് നമ്മുടെ അച്ചമ്മ ഇരുന്ന് ഭയങ്കര ചിരി. അപ്പം രേവതി പറഞ്ഞു, പാവം അമ്മേ, ഞാൻ അങ്ങോട്ടേക്ക് പോകാം അച്ചമ്മയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മിണ്ടരുത്, നമുക്കിത് ഇവിടെ ഇരുന്ന് ആസ്വദിക്കാൻ മോളേന്ന് പറയാം. കാരണം ഇങ്ങനെയുള്ള ചില കോമഡികളാണ്. ഇതിൻ്റെ കൂടെ തന്നെയോ നമ്മുടെ പാറൂട്ടിയമ്മയാണെങ്കിൽ ശ്രുതിക്ക് അരകല്ലേല് മുളകും മഞ്ഞളും ഒക്കെ വെച്ച് കൊടുക്കുകയാണ് അരയ്ക്കാൻ. അങ്ങനെ നമ്മുടെ ശ്രുതി ഇങ്ങനെ വടി പോലെ അരച്ചെടുക്കുന്നത് കണ്ടിട്ട് പാറൂമ്മ ചോദിച്ചു, അതെ മോളെ, നീ മലേഷ്യയിലല്ലേ ജനിച്ചു വളർന്നത്, എന്നിട്ട് നിനക്ക് എത്ര നന്നായിട്ടാ അരയ്ക്കാൻ പറ്റുന്നത്, ഇതെന്താ നന്നായിട്ട് നീ അരയ്ക്കുന്നുണ്ടല്ലോ എന്ന്. ഇത് കേട്ടതും നമ്മുടെ ശ്രുതി ഒന്ന് ഞെട്ടിപ്പോയിട്ടോ. ശ്രുതി അത് പിന്നെ ഞാൻ ഇപ്പം ഇപ്പം ചന്ദ്ര നോക്കിയപ്പോഴത്തേക്കും നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ അരയ്ക്കുകയാണ്. അപ്പം ഈ അരയ്ക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയ്ക്കും ഭയങ്കര അതിശയം തോന്നി. ഇതെന്താ മോള് നല്ല പെർഫെക്റ്റ് ആയിട്ട് അരയ്ക്കുന്നുണ്ടല്ലോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് ഞാൻ അരയ്ക്കുന്നതിനേക്കാൾ നന്നായിട്ടാണല്ലോ മോളെ നീ അരയ്ക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതി ഒന്ന് പതറിപ്പോയെങ്കിലും ശ്രുതി പറഞ്ഞു, അത് പിന്നെ അമ്മേ, ഞാനിത് പെർഫെക്റ്റ് ആയിട്ട് അരയ്ക്കുന്നത് വേറൊന്നും കൊണ്ടുമല്ല, എനിക്കൊരു ജോലി കിട്ടിയാൽ പിന്നെ അത് ആരെങ്കിലും ഒരു തവണ എനിക്ക് കാണിച്ചു തന്നാൽ മതി, ഞാൻ പിന്നെ അത് നല്ല രീതിയിൽ തന്നെ ചെയ്യും, അത് പണ്ട് മുതലേ ഞാൻ അങ്ങനെയാന്ന് പറഞ്ഞു. ആണോ, ഏതായാലും അരച്ചോ നല്ല രീതിയിൽ തന്നെ അരയ്ക്കുന്നതെന്ന് പറഞ്ഞു. ഈ സമയത്താണ് കറിക്ക് അരിഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ ശ്രുതിയുടെ വർഷയുടെ കൈ അങ്ങോട്ട് മുറിയാണ്.
വർഷ അങ്ങോട്ട് മറ്റേ എന്താ പറയുക ഞണ്ട് ചാടുന്ന പോലെ അങ്ങ് ചാടാൻ തുടങ്ങിയില്ല. ഞണ്ടല്ല, തവള ചാടുന്ന പോലെ അങ്ങ് ചാടാൻ തുടങ്ങിയില്ല. അയ്യോ എൻ്റെ കൈ മുറിഞ്ഞേന്നും പറഞ്ഞുകൊണ്ട് ആ വീടിന് ചുറ്റും കിടന്ന് ഓടുക. പുറകെ ചന്ദ്രയും ശ്രുതിയും നിക്ക് വർഷേ എന്ന് പറഞ്ഞു. വർഷയാണെങ്കിൽ ഇങ്ങനെ കൈയൊന്നും മുറിച്ചിട്ടില്ലല്ലോ. അടുക്കള കയറുവാണെങ്കിലല്ലേ കൈ മുറിയത്തുള്ളൂ. വർഷയാണെങ്കിൽ അയ്യോ എനിക്ക് ഹോസ്പിറ്റലിൽ പോണേ, ഇപ്പൊ ഹോസ്പിറ്റലിൽ പോണം, വണ്ടി വിളിക്ക് ശ്രീകാന്തേ എന്നും പറഞ്ഞ് ഭയങ്കര കാർച്ച. എന്ത് ചെയ്യാൻ? അപ്പോഴത്തേക്കും നമ്മുടെ അച്ഛൻ വന്നിട്ട് എന്താ ഇവിടെ ഈ കാണിക്കുന്ന, ഒരു കൈ മുറിഞ്ഞാനാണോ മോളെ നീ ഇങ്ങനെ കരയുന്നത്? ഒരു കൈ മുറിഞ്ഞെന്ന് പറഞ്ഞ് ഇങ്ങനെ കരയേണ്ട കാര്യമുണ്ടോ? ഇതിനെ ഒരു നല്ല പൊടിക്കൈയുണ്ട്, അത് ഈ അച്ഛമ്മ പറഞ്ഞുതരാം. അല്ലാതെ ഇങ്ങനെ കാറിക്ക് തൂറി നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല, ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് നമ്മുടെ വർഷേനെ വിളിച്ചപ്പോൾ വർഷ പറഞ്ഞില്ല എനിക്ക് പോകണം, എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം, അയ്യോ ചോര വരുന്നു നീർന്നു എന്ന് പറഞ്ഞു വർഷ. അപ്പോഴേക്കും ചന്ദ്ര പറഞ്ഞു കണ്ടില്ലേ, ഇതാ ഞാൻ പറഞ്ഞത്, ഓരോരുത്തർക്കും ഓരോ പണി പറഞ്ഞിട്ടുണ്ട്, അതേ ചെയ്യാൻ പാടുള്ളൂ. ദേ ചന്ദ്രേ ചുമ്മാ അവളെ നീ മൂപ്പിക്കാതെ, ദേ ഇതിപ്പം തന്നെ പോകുന്ന കാണാം, ഇങ്ങ് വന്നേ പാറൂട്ടിയമ്മേ ആ ചുണ്ണാമ്പ് എടുത്തോണ്ട് വന്നേ എന്നും പറഞ്ഞു ചുണ്ണാമ്പ് എടുത്തോണ്ട് വന്ന് കുറച്ചങ്ങ് കയ്യിലങ്ങ് തേച്ച് കൊടുത്തു. ഈ ചുണ്ണാമ്പ് തേച്ച് കൊടുത്തുകൊണ്ട് തന്നെ, ചുണ്ണാമ്പ് തേക്കുമ്പോൾ സ്വാഭാവികമാണല്ലോ നീറും. വീണ്ടും നമ്മുടെ വർഷം എന്ത് ചെയ്യുക, അയ്യോ നീറുന്നേ, അയ്യോ പുകയുന്നേന്നും പറഞ്ഞ് അവിടെ കിടന്ന് തുള്ളി ചാടി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാരെ മുഴുവനും അറിയിക്കുകയാണ്. ഒരു ഇച്ചിരി മുറിഞ്ഞതിനാണെന്ന് ഓർത്തോണം, അതങ്ങനെയാണല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ അച്ഛമ്മ പറഞ്ഞു അതെ ഇതൊക്കെ ശീലമാണ് മോളെ, ആരെങ്കിലും അടുക്കള കയറിയിട്ട് കൈ മുറിയാതെ ഇരുന്നിട്ടുണ്ടോ? അല്ല ചന്ദ്രൻ, നീ തന്നെ അടുക്കള കയറിയിട്ട് എത്ര തവണ കൈ മുറിഞ്ഞിട്ടുണ്ട്? പതുക്കെ 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 ഇതൊക്കെ ശരിയാകും, ശീലമാകും. അല്ലെങ്കിലും കൈ മുറിക്കാതെ ആരെങ്കിലും അരിയാൻ ഇതുവരെ പഠിച്ചിട്ടുണ്ടോ? അല്ല, ആരെങ്കിലും വീഴാതെ സ്കൂട്ടർ ഓടിക്കാൻ പഠിച്ചിട്ടുണ്ടോ? അങ്ങനെ എല്ലാം പഠിക്കുമ്പോഴും അതിൻ്റെതായ കുറച്ച് ഇതുകൾക്ക് സംഭവിക്കും. അതൊക്കെ കണ്ണടച്ചങ്ങ് വിടുക ചെയ്യേണ്ടത്. ഒരു കാര്യം ചെയ്യാം, മോള് പോയി റെസ്റ്റ് എടുത്തോ, കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഇങ്ങോട്ട് വരണേ എന്നിങ്ങനെ പറയാണ്. അങ്ങനെ റെസ്റ്റ് എടുക്കാൻ പോവാം. നമ്മുടെ രേവതിനെ വിളിച്ചു. അപ്പോൾ രേവതി അവിടെ നിൽക്കുകയാണല്ലോ. അപ്പോൾ രേവതി പറഞ്ഞു എനിക്ക് പിന്നെ വർഷ പോയില്ല, അപ്പം ഞാനിവിടെ നിന്നോളാന്ന് പറഞ്ഞപ്പോൾ ചന്ദ്ര പറഞ്ഞു വർഷ പോയി, രേവതി ഇവിടെ നിൽക്കട്ടെ. പിന്നെ രേവതി ഇവിടെ നിൽക്കുന്നില്ല, നീ വാടി വാ നമുക്ക് പൊങ്കലിനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കാന്ന് പറഞ്ഞു വെറുതെ കൂട്ടിക്കൊണ്ട് പോയി നമ്മുടെ രേവതിയോട് വർത്താനം പറഞ്ഞിരിക്കാണ് കേട്ടോ അച്ഛമ്മയ്ക്ക്. ഈ സമയം പിന്നെ കാണിക്കുന്നത് അടുക്കളയിലേക്ക് ചെന്ന് സാമ്പാറും കറികളും ഒക്കെ ചന്ദ്ര ഉണ്ടാക്കുകയാണ്. തൊട്ടടുത്ത് വന്ന് നിൽപ്പുണ്ട് ഒരാള്, വേറെ ആരുമല്ല നമ്മുടെ വർഷ. ഏതെങ്കിലും വർഷ വന്നു നിന്നു. വർഷയോട് പറഞ്ഞു അതേ മോളെ നമുക്ക് എന്നാൽ പിന്നെ കടുക് പൊട്ടിക്കാന്ന് പറഞ്ഞു. ഇപ്പൊ വർഷ പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ കടുക് പൊട്ടിക്കാം, എന്നാൽ പിന്നെ കടുക് എടുത്ത് അങ്ങോട്ട് ഇടാൻ പറഞ്ഞു. അപ്പം എണ്ണ ഇങ്ങനെ തിളച്ചോണ്ടിരിക്കുക, എണ്ണയിലേക്ക് ചൂടായ എണ്ണയിലേക്ക് കടുക് എടുത്തിടാൻ പറഞ്ഞപ്പം ഒരു ടിന്ന് കടുക് മുഴുവനും വർഷം എടുത്ത് അതിലേക്ക് ഇട്ടു. ഇതെല്ലാം കൂടി അങ്ങോട്ട് കിടുകിടുകിടുന്ന് പൊട്ടാനും തുടങ്ങി. മറ്റേ പടക്കപ്പുറേ തീ പിടിച്ച അവസ്ഥയായിപ്പോയി. പൊടപൊടപൊടോന്ന് പൊട്ടാനും തുടങ്ങി. വർഷയും ശ്രുതിയും ഒക്കെ പേടിച്ചു മാറി നിൽക്കുകയാണ്. അപ്പം ശ്രുതി പറഞ്ഞു എന്താ വർഷ നീ കാണിച്ചത്, കടുകെന്ന് കുറച്ചല്ലേ ഇതെടുത്തിടേണ്ടത്, ഇത് മൊത്തം ഇടേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ നിനക്ക് അറിഞ്ഞൂടെന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഇതൊന്നും എനിക്ക് അറിയില്ല ശ്രുതി ചേച്ചിക്ക് ഇതൊക്കെ അറിയാമോ? എനിക്ക് ഇതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു ഏതായാലും കടുക് പൊട്ടിച്ചു, ഇനിയിപ്പം ബാക്കിയുള്ളത് ഉള്ളിയാണല്ലോ, ഉള്ളിയും കൂടെ എടുത്തങ്ങ് ഇടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്ത് ചെയ്തു, അവിടെ ഇരുന്നൊരു മുഴുത്ത സബോള എടുത്ത് വർഷം അതിനകത്തങ്ങ് ഇട്ടു. എൻ്റെ പൊന്നുമോളെ നീ എന്താ ഈ കാണിക്കുന്നത്, ദേ ഇതൊക്കെ ഇച്ചിരി ഇടാനുള്ളത്, ഇതൊക്കെ മുഴുവനെ അല്ല ഇടുന്നത്. എനിക്ക് അറിയില്ലാഞ്ഞിട്ടല്ലേ അമ്മേ ഇതിങ്ങനെ ആൻറ്റി എന്നിങ്ങനെ പറഞ്ഞപ്പോൾ നീ ഒരു കാര്യം ചെയ്ത്, നിനക്കറിയാവുന്ന കാര്യം എന്താണെന്നറിയാമോ? ഇന്നാ ഈ ക്യാരറ്റ് പിടിക്കുക, ഈ ക്യാരറ്റ് കൊണ്ട് നീ അവിടെ പോയിരുന്ന് ഈ ക്യാരറ്റ് നീ കഴിച്ചോ, അതേ നിനക്ക് പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് നമ്മുടെ വർഷാനെ ഒരു മൂലയ്ക്ക് ചന്ദ്ര അങ്ങോട്ട് ഒതുക്കി. ഏതായാലും ഈ സമയത്ത് ശ്രുതി വന്നിട്ട് സാമ്പാറും കറികളൊക്കെ വെക്കാന്ന് പറഞ്ഞ് കൂടുന്നുണ്ട്. ഏതായാലും ഇതിന് ശേഷം പിന്നെ കാണിക്കുന്നത് കറികളെല്ലാം വെച്ച് കഴിഞ്ഞ് നമ്മുടെ ചന്ദ്രയും വർഷയും ശ്രുതിയും കൂടെ വലിയ ട്രോഫിയൊക്കെ കിട്ടിയ പോലെ ഇങ്ങ് വരികയാണ്. എല്ലാം കൊണ്ട് സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നു, നിലത്ത് വെക്കുന്നു. അപ്പോൾ സച്ചി 2 ഇലയൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ സച്ചി 2 ഇലയൊക്കെ ആയിട്ട് അവിടെ വന്നിരുന്നു. അങ്ങനെ രേവതി എല്ലാവരും ഇരുന്നു. ഇപ്പം എല്ലാവരും ഉണ്ട് കേട്ടോ, എല്ലാവരും ഒക്കെ വന്നിരുന്നു. ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതി ഇങ്ങനെ വിളമ്പാൻ തുടങ്ങിയപ്പോഴത്തേക്കുമാണ് ചന്ദ്രയുടെ സ്വഭാവം അങ്ങോട്ട് പറഞ്ഞു. ചന്ദ്ര പറഞ്ഞു വെക്കടി എവിടെയെന്ന് പറഞ്ഞു. പെട്ടെന്ന് രേവതി ഞെട്ടിപ്പോയി. സച്ചി എന്താ അതെന്താ ഇത് എടുത്തുകൂടെന്ന് ചോദിച്ചപ്പം ഇതെടുക്കണ്ട, അങ്ങനെ ഞാനേ കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് ഉണ്ടാക്കിയതാ, അങ്ങനെയേ ഇതെടുത്ത് അങ്ങോട്ട് ഞണ്ണണ്ട, ഞാൻ വിളമ്പി തരും എന്നിട്ട് ഞണ്ണിയാൽ മതി എന്ന് പറഞ്ഞു. ഏതായാലും ഓക്കെ, ആരെങ്കിലും വിളമ്പിയാൽ മതിയല്ലോ. നമ്മുടെ ചന്ദ്ര വിളമ്പി കൊടുക്കുകയാണ്. അങ്ങനെ വിളമ്പി കൊടുത്ത് ഇവരൊക്കെ ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ആദ്യമായിട്ട് എൻ്റെ ഭാര്യ ഉണ്ടാക്കിയ ഭക്ഷണം ഞാൻ കഴിക്കാൻ പോവാന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാണ്ടും സുധിയും ഒക്കെ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോഴത്തേക്കുമാണ് വർഷയുടെ കൈ അങ്ങോട്ട് നീറാൻ തുടങ്ങിയത്. വർഷയുടെ കൈ കുറച്ച് മുറിഞ്ഞായിരുന്നല്ലോ ലേശം, കറിയിൽ അങ്ങോട്ട് വെച്ചപ്പോഴത്തേക്ക് നീറാൻ തുടങ്ങി. അയ്യോ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു ആണോ, എങ്കിൽ പിന്നെ ഒരു കാര്യം നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ നിനക്ക് വാരി തരണമെന്ന് വെച്ചപ്പോൾ വേണ്ട, ഞാൻ സ്പൂൺ ഇട്ട് കഴിച്ചോളാം. അതെങ്ങനെയാണ് വാഴയിലേന്ന് സ്പൂൺ ഇട്ട് കഴിക്കുന്നത്?
അപ്പം അച്ഛമ്മ പറഞ്ഞു, അതെ, ആരും അവളെ കുറിച്ച് കൂടുതൽ ബോധേടാകേണ്ട കാര്യമില്ല, അവളത് കഴിച്ചോളും, അവളെ കൊണ്ട് കഴിപ്പിക്കാൻ എനിക്കറിയാം. അതേ മോളെ, ഈ എരിവൊക്കെ പറ്റുമ്പോൾ ഉണ്ടല്ലോ അത് പെട്ടെന്ന് കരിഞ്ഞുണങ്ങി പോവുക ചെയ്യുന്നത്, അതൊന്നും മോള് കാര്യമാക്കണ്ട. മോളൊരു കാര്യം ചെയ്യേ, അതെടുത്ത് കഴിച്ചേ, കൈയും കൊണ്ട് കുഴച്ച് കഴിക്കുക. അത് പിന്നെ അച്ഛമ്മ എനിക്ക് നീറുവാ. അപ്പൊ ചന്ദ്ര പറഞ്ഞു, അവക്ക് നീറുവല്ലേ, ഞാൻ അവക്ക് വാരി കൊടുക്കാം. ഓഹോ, നീ എന്ത് പക്ഷാഭേദമാ ചന്ദ്ര ഈ കാണിക്കുന്നത്? വേറെ 2 മരുമക്കൾ ഇവിടെ ഇരിക്കുമ്പോ അവക്ക് മാത്രം വാരി കൊടുത്താൽ ശരിയാവോ? അത് ഇവിടെ നടക്കത്തില്ല. രേവതി, നീ എണീറ്റ് വന്ന് വർഷം എടുത്തിരുന്നേന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് സച്ചി ചോദിച്ചു, ഇവളെന്തിനാ എണീറ്റ് വർഷം എടുത്ത് പോയിരിക്കുന്നത്? അവൾ ഇവിടെ ഇരുന്നാ പോരെ, എൻ്റെ അടുത്തിരുന്നാ പോരെ? സച്ചി, ഞാൻ പറയുന്ന കേക്കട, ദേ വർഷം എടുത്ത് പോയിരുന്നേന്ന് പറഞ്ഞു. അങ്ങനെ വർഷം എടുത്ത് ചെന്നിരുന്നു കഴിഞ്ഞു. അപ്പോഴത്തേക്കും അച്ഛമ്മ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം ചന്ദ്രേ, നീ പന്തിയിൽ പക്ഷാഭേദം കാണിക്കാൻ പാടില്ല. 3 മരുമക്കളും നിനക്ക് ഒരുപോലെയാണ്. അപ്പം നീ 3 പേർക്കും എന്താ ചെയ്യേണ്ടത്? 3 പേർക്കും നീ ഭക്ഷണം വാരി കൊടുക്കണം. ഭക്ഷണം 3 പേർക്ക് വാരി കൊടുക്കാനോ? അതിന് ഇവളുടെ കൈ മുറിയുമല്ലേ ചെയ്തത്, അതുകൊണ്ടല്ലേ ഞാൻ ഇവർക്ക് ഭക്ഷണം വാരി കൊടുത്തത്. അപ്പൊ സജ്ജു പറഞ്ഞു, അവളുടെ കൈ മുറിഞ്ഞപ്പം ഭക്ഷണം വാരി കൊടുത്തതെന്ന് പറഞ്ഞ് ഇവരുടെ കൈ മുറിക്കാൻ പറ്റുമോ അറിഞ്ഞോണ്ടോ ഭക്ഷണം വാരി കൊടുക്കാൻ വേണ്ടി? അപ്പോഴത്തേക്കും നമ്മുടെ അച്ഛമ്മ പറഞ്ഞു, ശരിയാ. അവൻ പറഞ്ഞു, ശരിയാ, ഇവരുടെ കൈ വെട്ടിമുറിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ആദ്യം നീ വർഷയ്ക്ക് കൊടുക്കുക, അത് കഴിഞ്ഞ് നീ ശ്രുതിക്ക് കൊടുക്കുക, അത് കഴിഞ്ഞ് നീ രേവതിക്ക് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ചന്ദ്രയ്ക്ക് ആ ഒരിതും വന്നു കേട്ടോ. അങ്ങനെ ആദ്യം വർഷയ്ക്ക് വാരി കൊടുത്തു സ്നേഹത്തോടു കൂടി തന്നെ, പിന്നെ ശ്രുതിക്ക് വാരി കൊടുത്തു സ്നേഹത്തോടു കൂടി തന്നെ, പിന്നെ നമ്മുടെ രേവതിക്ക് വാരി കൊടുക്കുന്നത് കുത്തിക്കയറ്റി. ഇത് കണ്ടതോ അച്ചമ്മയ്ക്ക് പ്രതികരിക്കുകയാണ് കേട്ടോ. അച്ചമ്മയോടെ നിങ്ങൾ എണീറ്റില്ലേ. അപ്പം ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് നാളത്തെ വിശേഷം ഏകദേശം അവസാനിക്കുന്നത്. ഒരു വാ മാത്രമല്ല 3-4-5 വാ നമ്മളെ അച്ചമ്മ രേവതിക്ക് വാരി കൊടുക്കാൻ പറഞ്ഞ് വാരി കൊടുപ്പിക്കുകയാണ് കേട്ടോ. അപ്പം അടിപൊളി സീനുകളൊക്കെയാണ് വരാൻ പോകുന്നത്. മിസ് ചെയ്ത് കളയുന്നു കേട്ടോ എല്ലാവരും. അപ്പം എല്ലാവരും കാത്തിരിക്കുക. കുറേ കോമഡി രംഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ മാമൻ വന്നു കഴിഞ്ഞിട്ടുണ്ട്, ഭയങ്കര വിറ്റാണ്, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. അപ്പം മിസ് ചെയ്ത് കളയല്ലേ. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നെക്സ്റ്റ് വീഡിയോ ഇനി നമ്മുടെ നയനുടെയും ആദർശിൻ്റെയും കഥയാണ്. അത് വൈകിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും. ഇന്നലെ വൈകിട്ട് എനിക്ക് കുറച്ച് എന്ന് ഈ ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, അതുണ്ടല്ലോ, ഈ മൈഗ്രെയിൻ ഉള്ളത് കൊണ്ട് നമ്മൾ ഇടയ്ക്ക് അങ്ങ് വീണ് പോകും, പിന്നെ എണീക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇന്നലെ ഭയങ്കര തലവേദനയായിരുന്നു വീഡിയോ ഇടാതിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വൈകിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. ഗുളികയൊക്കെ കഴിച്ചിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ ഈ എപ്പോഴും ഈ മൈഗ്രെയിന് ഗുളിക കഴിക്കാനും പാടില്ല. മാക്സിമം വിട്ട് കഴിഞ്ഞാൽ ഗുളിക കഴിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെ പരമാവധി കഴിക്കാറില്ല. പിന്നെ ഈ ഇരുട്ടൊക്കെ അങ്ങോട്ട് മാറാൻ വേണ്ടി, ഇരുട്ടല്ല, വെളിച്ചമൊക്കെ അങ്ങ് മാറാൻ, വെളിച്ചം കേൾക്കത്തില്ല, ശബ്ദം കേൾക്കത്തില്ല, സോറി, വെളിച്ചം കാണത്തില്ല, ശബ്ദം കേൾക്കത്തില്ല. എൻ്റെ വെളിവും വെള്ളിയാഴ്ചയും പോയെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്നോ, ലൈറ്റൊക്കെ കെടുത്തി ശബ്ദമൊന്നുമില്ലാത്ത റൂമിനകത്ത് അടച്ചു പൂട്ടിയാണ് ഞാൻ കിടക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം അങ്ങനെയൊക്കെ കിടന്നൊന്ന് ഉറങ്ങി കഴിയുമ്പോഴത്തേക്കും അങ്ങ് മാറും. പിന്നെ അങ്ങനെ മാറിയില്ലെങ്കിലേ നമ്മൾ ഗുളിക കഴിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.